ജീവകാലം. കരുണാമയാ നിൻ സ്നേഹം തിരിച്ചറിയാൻ ഞാൻ വൈകി. തിരിയില്ല ഞാനിനി നിന്നെ സ്നേഹിച്ചിടും ജീവകാലം. യേശുവേ നാഥനേ സ്നേഹിക്കും ഞാനിനി. യേശുവേ നാഥനേ സ്നേഹിക്കും ഞാനിനി. ആശ്ചര്യം എന്ന് പറയത്തക്ക നിലയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തിയിട്ടും ദൈവത്തിന്റെ പരിപാലനങ്ങളുമായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ പകൽക്കാലം കർത്താവിന്റെ രക്ഷകനായി സ്വീകരിച്ച് അവിടുത്തെ കൽപ്പനയുടെ ആഴങ്ങൾ മനസ്സിലാക്കി ഈ വെള്ളത്തിലേക്ക് അവൻ ഇറങ്ങുവാൻ സമർപ്പിക്കപ്പെട്ട് കടന്നു വന്ന രണ്ട് കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ആമേൻ. സ്തോത്രം. യോർദാനിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്നാനത്തിന് വേണ്ടി യോഹന്നാന്റെ കൈക്കീഴിലിറങ്ങി സ്വർഗ്ഗം തുറക്കപ്പെട്ടതുപോലെ ഒരാത്മീയ അന്തരീക്ഷം ഇന്ന് രാവിലെ സഭയുടെ ഉണ്ടാകുവാൻ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഈ സ്വിമ്മിംഗ് പൂളിനെ ഞങ്ങൾ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുക. സർവശക്തന്റെ അദൃശ്യമായ സാന്നിധ്യം യേശുവിന്റെ നാമത്തിലൂടെ വ്യാപരിച്ചു തുടങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിലപ്പെട്ട ദാസനെ ശുശ്രൂഷയ്ക്കായി ദൈവമ്മ ഒരുക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അപ്പം നിറവിന്റെ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുക. വിശേഷാൽ അവരുടെ ജീവിതത്തിൽ വിടുതലായി തീരുവാൻ കർത്താവുമായിട്ടുള്ള ആഴമേറിയ ഉടമ്പടിയിൽ അന്ത്യം വരെ നിലനിൽക്കുന്ന മരണവരി എന്ന വിശ്വസ്തയോടെ അവർ നിൽക്കുവാനുള്ള അമിതമായ ദൈവകൃപയ്ക്കായി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. തിരുസാന്നിധ്യം കൂടെ ഇരിക്കണം. ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ. രണ്ട് വേദഭാഗങ്ങൾ പരസ്യമായിട്ട് ഇപ്പോൾ വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-18 മുതൽ 20 വരെ, മർക്കോസിന്റെ സുവിശേഷം 16-16 പരസ്യമായിട്ട് എടുത്തവര് ശബ്ദമുയർത്തി വായിച്ചാൽ. യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തു. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാലാകാലങ്ങളിലായി കർത്താവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച വാത്സല്യപ്പെട്ടവരുമായ ഈ ജലാശയത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കും. സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ശിഷ്യരാക്കി കൊണ്ടുപോകാൻ കൽപ്പിച്ച കർത്താവിന്റെ കൽപ്പന പ്രകാരം കർത്താവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച വാത്സല്യ സഹോദരങ്ങളുമായി ഈ ജലാശയത്തെങ്കിൽ നാം ശിശുഷയ്ക്കായി കടന്നു വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കുന്ന പോലെ ജലാശയത്തെ ശുദ്ധീകരിക്കണം, ശിശുഷകളെ ആദരിക്കണം. ശിശുഷകളെയും സ്നാനാർത്ഥികളെയും ദൈവം അനുഗ്രഹിക്കണം. കാണുന്നവരും കേൾക്കുന്നവരും ഒരുപോലെ ദൈവകൃപ പ്രാപിക്കുന്ന പകലായി തീരണം. അതിനായി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്തൃദാസന്മാർക്കും കടന്നു വന്ന ദൈവമക്കൾക്കും വന്ദനം അറിയിക്കുന്നു. കർത്താവ് എല്ലാ നിലയിലും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാമ്പാസ്
കർത്താവും ദൈവമായ സുക്രിസ്തു പിതാവേ, നല്ല രാവിലെ കാലത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ സ്നാനത്തിനായി ഇവിടേക്ക് വരുവാനും സഹായിച്ചു. സ്നാപകനായി സ്നാനാർത്ഥികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയോടെ ആയിരിക്കാൻ ദൈവം സഹായിക്കണമേ. ഏറിയ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്നാനം ജലത്തെ അവിടുന്ന് ശുദ്ധീകരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന സകല ശുശ്രൂഷകളെ അവിടുന്ന് തന്നെ ഭരിച്ചു നടത്തണമേ. ആത്മാവിന്റെ ശക്തിയോടെ ബലത്തോടെ ആയിരിക്കാൻ ദൈവം കൃപ ചെയ്യണം. തിരുനാമത്തെ മഹത്വം. നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവേ, നിന്റെ അരുളപ്പാടുകൾ അനുസരിച്ച് കാലാകാലങ്ങളിലായി കർത്താവിന്റെ വചനം കേട്ടനുസരിച്ച് രക്ഷിതാവായി നിന്നെ അംഗീകരിച്ച് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളുമായി ഈ ജലാശയത്തിങ്കൽ നിന്റെ കൽപ്പന പ്രകാരം സ്നാനപ്പെടുത്തുവാൻ ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉള്ളതിനായി സ്തോത്രം. സ്നാപകരെയും സ്നാനാർത്ഥികളെയും ദൈവം അനുഗ്രഹിക്കണം. സ്നാനജലത്തെ ശുദ്ധീകരിച്ചിരിക്കാൻ സ്തോത്രം. പരിസരമെല്ലാം സ്വർഗദൂതന്മാരെ കൊണ്ട് കാവലിട്ടിരിക്കാൻ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ശുശ്രൂഷകളെ ആദരിക്കണം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. എല്ലാ പോരുകളെയും അഴിക്കുമാറാകണം. ദൈവം മഹത്വം വെളിപ്പെടുത്തും. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. Jesus is the name of the Lord. Oh, Jesus is the name of the Lord. Jesus is the name of the Lord Most High. The name of the Lord is a strong tower. The righteous run into it, and they are saved. The name of the Lord is. ഈ അവസരം പ്രിയ മകനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ അത്യന്തമായ കൃപയും അനുഗ്രഹവും പരിശുദ്ധാത്മാവ് അവിടെ ശക്തീകരിക്കാൻ മാനസികവും ശാരീരികവും ആത്മീയമായി ബലപ്പെടുത്താൻ വേണ്ടി ജീവിതം സമർപ്പിച്ച പൈതൽ അങ്ങയുടെ നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആദാമ്യവർഗത്തിന്റെ പാപപരിഹാരാർത്ഥം സ്വർഗമഹിമകളെ വെടിഞ്ഞു താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യന്റെ പാപത്തെ ശിരസാ വഹിച്ച് കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട അരിമത്യക്കാരനായി ജോസഫിന്റെ കല്ലറയിൽ വെച്ചിട്ട് പൊടിഞ്ഞു പോകാതെ 3-ാം ദിവസം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി വേദാന്യം മലമുകളോളം കൂട്ടിക്കൊണ്ടുപോകയിൽ കൈ ഉയർത്തി അനുഗ്രഹിക്കൽ സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥതയാണ് എത്രയും വേഗം പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകുവാനിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവെന്ന് സഹോദരൻ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തേണമെന്ന ദൈവവചന ഹേതുവായി നിന്റെ അനുസരണ വാചകത്തിന്റെയും ഏറ്റുപറച്ചിന്റെയും അടിസ്ഥാനത്തിൽ
ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലാശയത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ കർത്താവ് ജീവകിരീടം. A strong tower, the righteous run into it, and they are saved. Glory in the name of the Lord. Oh, glory in the name of the Lord. Glory in the name of the Lord Most High. Glory in the name of the Lord. Oh, glory in the name of the Lord. Glory in the name of the Lord Most High. പരിഹാരത്തിനായി സ്വർഗമഹിമകളെ വെടിഞ്ഞതാണ് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യന്റെ പാപത്തെ ശിരസ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് അരിമത്യക്കാരനായ ജോസേഫിന്റെ കല്ലറയിൽ വെച്ചിട്ട് പൊടിഞ്ഞു പോകാതെ 3-ാം ദിവസം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് 40 നാൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി വേദാന്യ മലമുകളോളം കൂട്ടിക്കൊണ്ടുപോകയിൽ കൈ ഉയർത്തി അനുഗ്രഹിക്കുകയിൽ സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് സദാ മധ്യസ്ഥതയണയ്ക്കുന്നവൻ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി ഇനി എത്രയും വേഗം പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകുവാനിരിക്കുന്ന കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവെന്ന് സഹോദരൻ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തേണമെന്ന ദൈവവചന ഹേതുവായി നിന്റെ അനുസരണ വാചകത്തിന്റെയും ഏറ്റുപറച്ചിന്റെയും അടിസ്ഥാനത്തിൽ ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജലാശയത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം നീയും വിശ്വസ്തനായിരിക്ക, എന്നാൽ കർത്താവ് ജീവകിരീടം നിങ്ങൾക്ക് നൽകും. The name of the Lord is a strong tower, the righteous run into it, and they are saved. The name of the Lord is a strong tower, the righteous run into it, and they are saved. Holy is the name of the Lord. Oh, holy is the name of the Lord. Holy is the name of the Lord Most High. Holy is the name of the Lord. Oh, holy is the name of the Lord. Holy is the name of the Lord Most High. The name of the Lord is a strong tower, the righteous run into it, and they are saved. The name of the Lord is a strong tower, the righteous run into it, and they are saved. സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കപ്പെടുകയാണ്. ഇത്രയും ദൈവ മക്കളുടെ ദൈവദാസന്മാരുടെ സാന്നിധ്യത്തില് ഈ 2 കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയില് ഈ ജലാശയത്തിൽ സ്നാനപ്പെടുത്തുവാൻ ദൈവം എനിക്ക് നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ആമേൻ. ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ അവിടുത്തെ വിലപ്പെട്ട ദാസന് ദൈവം കൊടുത്ത എല്ലാ ദൈവകൃപയ്ക്കുമായി സ്തോത്രം. ഇനിയും അനേകരെ സ്നാനപ്പെടുത്തുവാൻ അഭിഷക്തനെ ശക്തീകരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് സ്നാനം പെട്ട 2 കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ തുടർന്നുള്ള ഓരോ നിമിഷങ്ങളിലും അവൻ ലോക മനുഷ്യനും ദൈവവൈദ്യനും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വക്രതയും കോട്ടമുള്ള തലമുറയിൽ ആമൻ അങ്ങയ്ക്ക് വേണ്ടി നിൽക്കുവാൻ
ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഒന്ന് ചേർന്ന് ഇത്രയും ദൈവദാസന്മാർ ദൈവമക്കൾ ഒന്ന് ചേർന്ന് അനുഗ്രഹിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവരെ അനുഗ്രഹിക്കണമേ. നടക്കുന്ന ആരാധന ദൈവമാവ് മാനിക്കണമേ. വലിയ ദൈവ സാന്നിധ്യം അനുഭവിക്കണം. പ്രത്യേകിച്ച് ഈ സ്വിമ്മിംഗ് പൂള് അനേകായിരങ്ങളുടെ സ്നാനത്തിന് സാക്ഷ്യം വഹിപ്പാൻ ദൈവാത്മാവിടെയാകണമേ. തുടർമാനമായ എല്ലാ മാസങ്ങളിലും ആഴ്ചകളിലും ഇവിടെ വെച്ച് സ്നാനം നടക്കുവാൻ ദൈവാത്മാവ് അത്ഭുതം ചെയ്യണമേ. ഇത് സ്നാനത്തിന്റെ ഒരു തുടക്കമായി തീരുവാൻ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജനത്തെ അനുഗ്രഹിക്കുന്നു. കൃപ കൊണ്ട് പൊതിയണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ഏകദൈവത്തിന്റെ കൂട്ടായ്മയും സഹവാസം കാവലും നമ്മോടും സ്നാനപ്പെട്ട പ്രിയ കുഞ്ഞുങ്ങളോട് ഇന്ന് മുതൽ നീക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്താം. വിശ്വസിച്ചില്ല കഷ്ടം യഹോവയെ പ്രത്യാശിക്കാൻ ധൈര്യപ്പെട്ടിരിക്കുക. ഹൃദയം ഉറച്ചിട്ടാതെ യഹോവയെ പ്രത്യാശിക്കാൻ. സംഘത്തെ 27:11 കഴിഞ്ഞ ശാന്തേനെ കാൽവരെ അടിച്ചു. ഇന്ന് പൽക്കാലം കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. പിന്നെ ജീവിതാന്ത്യം വരെ ഈ കൽപ്പനയെ മുന്നോട്ട് പോകാൻ പിന്നെ അല്ലാതെ പ്രാർത്ഥിച്ചു. കർത്തൃവശം മറുപടി ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ചു വരുന്നവനുമായ നമ്മുടെ ദൈവമായ കർത്താവ് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ സഹായിച്ചു. ആദ്യം തന്നെ ദൈവത്തിന്റെ കൽപ്പന ഓരോരുത്തരും പ്രാർത്ഥിച്ചു. പങ്കുള്ള ദൈവത്തിന്റെ പ്രാർത്ഥിച്ചു. കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കർത്താവ് പരിശുദ്ധ സന്നിധി ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാല കുഞ്ഞുങ്ങളുമായി അവസരം തന്നതുകൊണ്ട് കർത്താവിന്റെ കൃപ കുഞ്ഞുങ്ങളുടെ മേൽ പകരണം. പരിശുദ്ധാത്മാവിനെ പ്രത്യേക അഭിഷേക ശക്തിയോടെ രോഗപ്രതികൂലങ്ങൾ വിട്ടിരിക്കണം. പരീക്ഷ കഴിഞ്ഞ കുഞ്ഞുങ്ങളെ നീ പരീക്ഷ നടക്കേണ്ടവരെ സഹായിക്കും. നല്ല വിജയം എല്ലാവർക്കും സ്വർഗം കൽപ്പിക്കും. സ്നാനപ്പെട്ട നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രത്യേക അവിടുത്തെ കൃപയിൽ കാക്കണമേ. അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിതാന്ത്യം വരെ കർത്താവിന് വേണ്ടി നിൽപ്പാൻ കൃപ. നാമത്തിൽ അങ്ങ് തന്ന ശുശ്രൂഷയുടെ അധികാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹപാത്രമായിരിക്കട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് കുഞ്ഞുങ്ങളെ ആശീർവദിക്കും. ദേവേശ യേശുപരാ ജീവനെനിക്കായി വെടിഞ്ഞു. ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. നിത്യജീവൻ
ജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. ഗതസമന പൂവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാൽ അതിവ്യഥയിൽ ആയിട്ടും താതനിഷ്ടം നടപ്പതിനനുസരിച്ചു. താതനിഷ്ടം നടപ്പതിനനുസരിച്ചു. സ്വർഗമഹിമകളെ വെടിഞ്ഞെന്നാണ് ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവ് തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പം കൈകളിലെടുത്തു, സ്വർഗത്തിലേക്ക് നോക്കി സ്തോത്രം ചെയ്ത് ഉറക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് വാങ്ങി ഭക്ഷിപ്പീൻ. അനേകർക്ക് വേണ്ടി നുറുങ്ങിയതായ എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് അരുളി ചെയ്ത കർത്താവ് ഈ അപ്പത്തെ അനുഗ്രഹിച്ചു തരേണ്ടതിനായി എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. 2000 പരം വർഷങ്ങൾക്ക് മുൻപ് മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞതാണ് ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവേ, മനുഷ്യന്റെ പാപത്തെ ശിരസാവഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ച് ആമീൻ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവേ, നിന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പം കൈകളിലെടുത്ത് ശുദ്ധീകരിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്ത നാഥ, ഈ അപ്പത്തെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരുമാറാണ്. ഞങ്ങൾ ഇതിൽ നിന്ന് മോഹിനിക്കാരനാണ്, ശരീരത്തിലും ആത്മാവിലും ബലപ്പെട്ടവനാണ്. കർത്താവിനെയും മഹത്വപ്പെടുത്തുവാനിടയാണ്. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, അപ്പത്തെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അങ്ങയിൽ നിന്ന് ഞങ്ങൾ തിരികെ പ്രാപിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത അപ്പം കൈകളിൽ സ്വർഗത്തിലേക്ക് സ്തോത്രം ചെയ്തു നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് മഹൽ സ്നേഹം പരലോക പിതാവോദൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മഹൽ സ്നേഹം പരലോക പിതാവോദൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മഹൽ സ്നേഹം പരലോക പിതാവോദൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. പാനപാത്രവും കരങ്ങളിലെടുത്തു സ്വർഗത്തിലേക്ക് നോക്കി സ്തോത്രം ചെയ്ത് പകർന്ന ശിഷ്യന്മാർക്ക് വാങ്ങി കുടിപ്പി. അനേകർക്ക് വേണ്ടി ചിന്തിതായ പുതിയ നിമിത്തത്തിൽ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് അവൻ അറിയിച്ചു. 10 നാളുകൾ കഴിഞ്ഞ ശേഷം പാനപാത്രം കരങ്ങളിലെടുത്തെടുത്ത ഈ പാനപാത്രത്തെ ഞങ്ങൾ നിന്റെ കരങ്ങളിൽ ഇതിന്റെ ശക്തി ഈ പാനപാത്രത്തെ
കുടുംബത്തെ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നൽകാം. ഞങ്ങൾ ജഡത്തിലെ ആത്മാവിനെയും സകല കൺവെൻഷനുകളും പോക്കപ്പെട്ടവരാണ്. രോഗശാന്തിയും ആരോഗ്യവും പ്രാപിച്ചവരാണ്. പൊതുബലമേറ്റെടുത്ത് ആത്മശക്തിയോടെ ഞങ്ങൾ കർത്താവിനെ മൗതപ്പെടുത്തുവാൻ സ്വർഗ്ഗം കൃപ ചെയ്യണം. അങ്ങ് ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. പാനപാത്രത്തെ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങയിൽ നിന്നും തിരികെ പ്രാപിക്കും. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ.